എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ജ്വല്ലറി ഷോയാണ്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഏകദേശം 650 രൂപ വിലയുള്ളതാണ്. ഇത് 6 ഇഞ്ച് സൈസിലുള്ള ഷോയാണ്. ഇതിൻ്റെ 3 ഇഞ്ച് സൈസിലുള്ളതും നമുക്കിപ്പോൾ ആമസോണിൽ കിട്ടും. അതിന് ഏകദേശം ഒരു 430 രൂപ റേഞ്ചേ ഉള്ളൂ. പക്ഷേ നമുക്കൊരു പ്രൊഫഷണൽ വർക്കുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 6 ഇഞ്ചിൻ്റെ ആവശ്യം നമുക്ക് വരും. അതൊക്കെ എന്താണെന്ന് ഞാൻ വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് അത്യാവശ്യം ഹൈ ക്വാളിറ്റി സാധനമാണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. നമുക്കിത് അഡ്ജസ്റ്റൊക്കെ ചെയ്ത് നമുക്ക് വേണ്ട സൈസിലൊക്കെ ബ്ലേഡുകളൊക്കെ ഇട്ട് നമുക്ക് എന്ത് വസ്തുക്കളും നമ്മുടെ ഇഷ്ടാനുസരണം വെട്ടിയെടുക്കുവാൻ നമുക്കിതുകൊണ്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ബ്ലേഡുകൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. 1 സൈസിലുള്ള ബ്ലേഡുകളാണ് ഇത്. 144 പീസ് ഉണ്ട്. നമുക്ക് ഈ ബ്ലേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് വസ്തുക്കളും വെട്ടാൻ പറ്റും. ഗോൾഡ്, സിൽവർ, കോയിനുകൾ. ഞാനിപ്പോഴിത് യൂസ് ചെയ്യുന്നത് നമുക്ക് ചിരട്ടയിൽ ഉണ്ടാക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടിയാണ്. നമുക്ക് ചിരട്ടയിൽ ഓരോ ഷേപ്പിലുള്ള പെൻഡൻറ്റുകളും അതുപോലെ തന്നെ ഓരോ അക്ഷരങ്ങളൊക്കെ വെട്ടിയെടുക്കുവാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാവുന്നത്. നമുക്കിതിൽ നിന്നൊരു ബ്ലേഡ് എടുത്ത് നമുക്ക് ഇട്ട് നോക്കാം. ഒരു 10 വെച്ചുള്ള ഒരു കെട്ടായിട്ടാണ് ഇത് വരുന്നത്. തീരെ തിന്നായിട്ടുള്ള ബ്ലേഡാണ്. ഒരു നൂല് പോലെ ഉള്ള ഒരു ബ്ലേഡാണ്. ഇത് വെച്ച് നമ്മുടെ ഇഷ്ടാനുസരണം ഷേപ്പിൽ നമുക്ക് വെട്ടിയെടുക്കുവാൻ സാധിക്കും. ഈ ബ്ലേഡ് കറക്റ്റായിട്ട് സൈസ് ഇട്ട് ടൈറ്റ് ചെയ്ത് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് ഡാമേജ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. 2 സൈഡിലും ബ്ലേഡ് ഇട്ട ശേഷം ഇവിടെ ഇത് ടൈറ്റ് ചെയ്യാനുള്ള 2 ഇതുണ്ട്. അവിടെ ടൈറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേൽവശത്ത് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ബ്ലേഡ് ടൈറ്റാക്കി നിർത്തിക്കൊണ്ട് മുറുക്കുവാനുള്ള ഒരു നോബും കൂടെ. 2 സൈഡിലും ബ്ലേഡ് കറക്റ്റാക്കി വെച്ചുകൊണ്ട് ടൈറ്റ് ചെയ്യണം. അതിനുശേഷം മേളിലുള്ള ഭാഗവും വലിച്ച് ടൈറ്റ് ചെയ്യണം. നല്ലപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം ബ്ലേഡ് നല്ല ടെമ്പറിലാണ് നിൽക്കുന്നത്. ആ രീതിയിൽ അത് നിൽക്കണം. എന്നാലേ നമുക്കത് കറക്റ്റായിട്ട് വെട്ടാൻ പറ്റുള്ളൂ. ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. നമ്മൾ മുടക്കുന്ന മുതലിനുള്ള പ്രൊഡക്റ്റുണ്ട്. ഈ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. നമ്മളിപ്പോൾ വെട്ടാൻ പോകുന്ന ഒരു ചിരട്ടയുടെ പീസാണ്. അതിൽ ഒരക്ഷരം നമുക്ക് വെട്ടി സാമ്പിൾ നിങ്ങളെ കാണിക്കാം. ഒരു സൈഡിൽ നിന്ന് പതിയെ വേണം വെട്ടാൻ. വലിയ ബലം കൊടുത്തു കഴിഞ്ഞാൽ ബ്ലേഡ് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു സൈഡിൽ നിന്ന് പതിയെ വെട്ടി ചെരിയേണ്ട സ്ഥലങ്ങളൊക്കെ വരുമ്പോൾ നമ്മളതിനനുസരിച്ച് വെട്ടുന്നിടം ഗ്യാപ്പ് കൂടുതൽ കൊടുത്തുകൊണ്ട് വെട്ടിയെടുക്കുകയാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, ഈ വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നത്, ഇതൊന്ന് പഠിക്കുവാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച്. അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്കിത് പഠിക്കുവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി പേർക്ക് ഇതൊക്കെ പഠിക്കുവാനൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ള ചിരട്ട ഉപയോഗിച്ച് അത്യാവശ്യം കുറച്ച് ചെറിയ മുതൽ മുടക്കിൽ നമുക്ക് ഓരോ ചെറിയ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി കൂടുതൽ വരുമാനം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. തൊഴിലില്ലാത്തവർക്കും വീട്ടമ്മമാർക്കും ഒക്കെ സമയമുള്ളതുപോലെയൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഓരോ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വിറ്റ് പണം സമ്പാദിക്കാൻ സാധിക്കും. നല്ലൊരു മേഖലയാണിത്. ചിരട്ട എല്ലാ വീടുകളിലും ഉള്ള ഒരു വസ്തുവാണ്.
ചിരട്ട കൊണ്ട് നിരവധി ഉൽപ്പന്നങ്ങൾ നിങ്ങൾ ആമസോണിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനൊക്കെ വലിയ വിലയാണ്. നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മളെക്കൊണ്ട് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വിൽക്കുവാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും അതിൽ നിന്ന് ചെറിയ വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലെ വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കുവാനും അതേപോലെ ചെയ്യുവാനും ഒക്കെ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റായി അറിയിക്കുക. ഞാൻ ഈ വർക്കുകളൊക്കെ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളിതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകൾ എന്താണ്, അവയ്ക്ക് എന്തുമാത്രം വിലയാണ്, അവ എവിടെയാണ് നമുക്ക് ലഭിക്കുന്നത്, എങ്ങനെയാണ് നമുക്കത് മേടിക്കാൻ സാധിക്കുന്നത്, നല്ല ടൂൾസുകളൊക്കെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുവാണെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തു തരാം. എൻ്റെ തന്നെ ചാനലിൽ നിരവധി ചിരട്ടകളിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. അത് നിങ്ങളെ പഠിപ്പിക്കുവാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചിരട്ട കൊണ്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. അവരൊക്കെ ആദ്യം വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്. തുടർന്നാണ് അവർക്കിത് ഇപ്പോഴത്തെ ഈ ലെവലിലേക്ക് അവരൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളും ആദ്യം ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തു തുടങ്ങി പഠിച്ചെടുത്ത് നമുക്കും ഓരോ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി വിൽക്കുവാൻ സാധിക്കും. ഇപ്പോൾ തന്നെ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ തന്നെ അറിയാം, ചിരട്ട തവികളൊക്കെ എന്തുമാത്രം വിലയാണെന്നതിന്. നമ്മളൊരു പ്രോഡക്റ്റ് മേടിക്കാൻ ചെല്ലുമ്പോഴറിയാം അതിൻ്റെ വില. നമുക്ക് ആ വസ്തുക്കളൊക്കെ ഉണ്ടാക്കി നമുക്കറിയാവുന്നവർക്ക് തന്നെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു വരുമാനമാകും. അതല്ല, നിങ്ങൾക്ക് നല്ല രീതിയിൽ അതൊക്കെ വിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ സൈറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് വിൽക്കുവാനായിട്ട് ചിരട്ട കൊണ്ടുള്ള മോതിരങ്ങൾ, ചിരട്ട കൊണ്ടുള്ള പെൻഡൻറ്റുകൾ, ചിരട്ട കൊണ്ടുള്ള കമ്മലുകൾ, അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ ചിരട്ട കൊണ്ട് നമുക്ക് നിർമ്മിക്കുവാനും അവ വിൽക്കുവാനും സാധിക്കും. നിരവധി പ്രൊഡക്റ്റുകൾ നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിങ്ങളതൊക്കെ കണ്ടിട്ട് അതുപോലെയൊക്കെ നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് ജോലിയുടെ തിരക്കുള്ളത് കൊണ്ടാണ് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ സാധിക്കാതെ വരുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് അറിയാം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് എനിക്കുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോകളൊക്കെ ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് ജോലിയുടെ തിരക്ക് കാരണമാണ് ഈ പ്രൊഡക്റ്റ് ഞാൻ ആവശ്യമുള്ളവർക്കൊക്കെയാണ് മാത്രമാണ് ഇപ്പോൾ ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്, അല്ലാതെ ബൾക്കായിട്ട് വിൽപ്പന ചെയ്യാറില്ല. ആദ്യ കാലങ്ങളിലൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ജോലിയുടെ തിരക്കുള്ളത് കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ജോലി പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അവരെയൊക്കെ പഠിപ്പിക്കാൻ എന്ന് വിചാരിച്ചത്. അവർക്ക് ഒരു ചെറിയ വരുമാന മാർഗം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എനിക്കും വളരെയധികം സന്തോഷം ലഭിക്കും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ പഠിക്കുവാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അവർക്ക് നിർദ്ദേശിക്കുക. അതുപോലെ തന്നെ ഒരു 10-2000 രൂപ ഉള്ളിൽ തന്നെ നമുക്ക് അത്യാവശ്യം ടൂൾസുകളൊക്കെ മേടിച്ച് ചെറിയ രീതിയിൽ പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങാം. പിന്നെ വരുമാനമാകുന്നതനുസരിച്ച് കൂടുതൽ ടൂൾസുകളൊക്കെ മേടിച്ച് നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. വീട്ടിലൊരു ചെറിയ സ്പേസിലിരുന്നു കൊണ്ട് നമുക്കിതൊക്കെ നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ ചിരട്ടയിൽ വെട്ടിയെടുത്തത്. ഒരു ഇംഗ്ലീഷ് അക്ഷരമാണ് എ എന്നുള്ള. ഇതൊരു ലോക്കറ്റ് പോലെ നമുക്ക് കഴുത്തിലൊക്കെ ധരിക്കുവാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്ത വാള്. ഇതുപയോഗിച്ചാണ് ഇതുപോലുള്ള ഷേപ്പിലുള്ള വസ്തുക്കളൊക്കെ നമുക്ക് വെട്ടിയെടുക്കുവാൻ സാധിക്കുന്നത്. ധർമ്മോ എന്ന് പറയുന്ന കമ്പനിയുടെ സുവയാണിത്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. ധർമ്മയുടെ തന്നെ 1 സൈസിലുള്ള ബ്ലേഡും. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.
വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരേക്കും ബൈ.